യുഡിഎഫ് സർക്കാരിന്റെ പുതിയ ബജറ്റിൽ ആറിന്റെ മുള പള്ളിയോടങ്ങളുടെ ഗ്രാന്റ് തുക വർദ്ധിപ്പിച്ചതിൽ സർക്കാരിന് നന്ദി അറിയിക്കുന്നതായി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ സർക്കാരിലേക്ക് വിവിധ ആവശ്യങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ നടപടി പ്രതീക്ഷിക്കുന്നതായി സേവാ സംഘം പ്രസിഡന്റ് കെ.വി. സാംബദേവൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ആറന്മുള പള്ളിയോടത്തിന് അധിക തുക ഗ്രാൻഡായിട്ട് അനുവദിച്ചേക്കാണ്. നമ്മളോടിപ്പം ചേരുന്നത് പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രസിഡന്റും മറ്റ് ഭാരവാഹികളുമാണ്. പ്രസിഡന്റ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ കാണുന്നത്? സർക്കാരിന്റെ ബഡ്ജറ്റിലുള്ള പ്രഖ്യാപനം പൂർണ്ണമായിട്ട് അറിഞ്ഞില്ലെങ്കിലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ കൊല്ലം വരെ 10,000 രൂപ വീതം ഓരോ പള്ളിയോടങ്ങൾക്കും കൊടുത്തിരുന്നത് 15,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളത് 25,000 ആക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് കാലക്രമേണ തരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 കൊല്ലങ്ങളിലായിട്ട് ഒരു വള്ളത്തിന് നെയ്യിടാനുള്ള കാശെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എന്തായാലും ഈ തുക 15,000 ആക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വള്ളസദ്യക്ക് ഇനിയും 1 മാസം കൂടി ഉള്ളൂ. അതിനു മുമ്പ് എന്തൊക്കെ ആവശ്യങ്ങളാണ് സർക്കാരിനോടൊക്കെ പറയാൻ? വള്ളംകളിക്ക് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഈ മൺപെട്ടികൾ നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പെർമനൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. പെർമനൻ്റ് ഗാലറിയുടെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൊല്ലവും നമ്മൾ ടെമ്പററി ആയിട്ട് ഇടുകയാണ്. അതിന് ലക്ഷക്കണക്കിന് രൂപ വെറുതെ കളയുന്നുണ്ട്. ഒരു ഗാലറി ഇട്ടാൽ ശബരിമലയ്ക്ക് പോകുന്നവർക്ക് വിശ്രമിക്കാനും വള്ളസദ്യക്ക് വരുന്നവർക്ക് വിശ്രമിക്കാനും സത്രത്തിന് മുമ്പിലായിട്ട് പെർമനൻ്റായിട്ടൊരു ഗാലറി നിർമ്മിക്കുക എന്നുള്ള ഒരു ആവശ്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദ്ഘാടനമൊക്കെ നേരത്തെ ചെയ്തതാണ്. പക്ഷെ അത് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്ലാനുമൊക്കെ തയ്യാറാക്കിയിട്ടെന്നാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.